ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് കൂർക്കം വലി കാരണം ബുദ്ധിമുട്ടുന്നവരാണ് ഒരു മിക്ക ആൾക്കാരും. അതായത് നമ്മുടെ പാർട്ട്ണർക്കോ അല്ലെങ്കിൽ മറ്റു പലർക്കും നമ്മുടെ കൂടെ കിടക്കുന്ന ആൾക്കാർക്കോ കൂർക്കം വലി അല്ലെങ്കിൽ നമുക്ക് തന്നെ കൂർക്കം വലിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പാർട്ട്ണർക്ക് കൂർക്കം വലിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഉറക്കം പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഈ കൂർക്കം വലി വരുന്നതെന്നും ഈ കൂർക്കം വലി ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അത് കൂർക്കം വലി ഹാബിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കൂർക്കം വലി ഉള്ള ആൾക്കാർക്ക് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കൂടുതലായിട്ട് നമുക്ക് ഈ കൂർക്കം വലി ആർക്കൊക്കെയാണ് കണ്ടുവരുന്നത് നോക്കാം. അത് പ്രധാനമായിട്ടും കാണുന്നത് ഈ ഒരു നേസൽ പാസേജ്, അതായത് നോർമൽ നമ്മൾ ശ്വാസം വലിക്കുന്നു, ശ്വാസം വിടുന്നു, ആ ഒരു എയർവേയിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് വരുന്ന കേസിൽ ഉള്ള ആൾക്കാർക്ക്, അതായത് ഇപ്പം നമുക്ക് മൂക്കിൽ ദശയുള്ള ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അഡിനോയിഡ് ടോൺസിൽസ് ഒക്കെ എൻലാർജ് ചെയ്ത കേസിൽ നമുക്ക് പ്രോപ്പറായിട്ട് ശ്വാസം എടുക്കാനും വിടാനും ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരത്തിലുള്ള കേസിലുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ടും നമുക്ക് കൂർക്കം വലിയുടെ ഒരു സാധ്യത കണ്ടുവരുന്നുണ്ട്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊണ്ണത്തടിയുള്ള ആൾക്കാർക്ക്, ഒരുപാട് വെയിറ്റ് പൊണ്ണത്തടിയുള്ള ആൾക്കാർക്ക് കൂർക്കം വലിയുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുന്ന കേസിൽ, അതായത് നമ്മൾ ഭയങ്കര ക്ഷീണമായിട്ട് നമ്മൾ അറിയാതെ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ നോർമലി വായ തുറന്നുറങ്ങുന്ന സമയത്തൊക്കെ ആ ഒരു കൂർക്കം വലിയുടെ സൗണ്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് പല അലർജിക് കണ്ടീഷനിൽ, അതായത് പ്രത്യേകിച്ച് ജലദോഷമൊക്കെയുള്ള സമയത്ത് ഇതേപോലെ നമുക്ക് മൂക്കിലൂടെ ശ്വാസം എടുക്കാനും വിടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വായ തുറന്നിട്ടായിരിക്കും ഉറങ്ങുന്നുണ്ടായിരിക്കുക. അപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് കണ്ടുവരാറുണ്ട്. പിന്നെ നമുക്ക് പലതരത്തിലുള്ള അലർജികളുള്ളവർക്ക് പറഞ്ഞു. പിന്നെ അതുപോലെ കഴുത്തിൽ കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിഷനുള്ള ആൾക്കാർക്കും ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ കണ്ടുവരാറുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കൂർക്കം വലി ഹാബിറ്റ് ഉള്ള ഒരാൾക്ക് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒന്നാണ് കൂർക്കം വലി. പ്രധാനമായിട്ടും നമ്മൾ ഉറങ്ങുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലോട്ട് അവർ പോകും. സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഉറക്കം കിട്ടാത്തൊരവസ്ഥ. അതായത് ഓരോ 10 സെക്കൻഡ് ആകുമ്പോഴേക്കും ശ്വാസം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉറക്കത്തിൽ എണീറ്റ് നമ്മൾ ശ്വാസം എടുക്കുന്ന ഒരു കണ്ടീഷനാണത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉറക്കം പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മറ്റു പല കാര്യങ്ങളും ഇതിനെ എഫക്റ്റ് ചെയ്യും. അതിൽ പ്രധാന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു എനർജി ഉണ്ടാവില്ല. നമുക്കൊരു ഉറങ്ങി എണീറ്റ ആ ഒരു ഉന്മേഷമോ നമുക്ക് ഉണർവോ ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ ആ ഒരു ഫുൾ ഡേ നമ്മൾ ആകെ ടയേർഡായിട്ടും അല്ലെങ്കിൽ ക്ഷീണമൊക്കെ ബാധിച്ചിട്ടുള്ള ആൾക്കാരെ പോലെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നമുക്കൊരു ഉറക്കമാണ് ഒരാളുടെ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്ത് ബോഡിയെ ഒരു പ്രോപ്പർ കണ്ടീഷനിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ രാത്രി ഉറക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ആവുന്ന കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ ഡേ നമ്മുടെ ബോഡി കംപ്ലീറ്റ് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പല അസുഖങ്ങൾ നമുക്ക് വരും. അതായത് ഷുഗർ വരാനും പ്രഷർ വരാനും അതൊക്കെ ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ബോഡി ടയേർഡ് ആവുക, നമ്മൾ ഉറക്കം കറക്റ്റ് അല്ല, നമുക്ക് അതിനോടൊക്കെ റിലേറ്റഡ് ആയിട്ട് മറ്റു പല നമ്മളുടെ അസുഖങ്ങൾക്ക് അതൊക്കെ കാരണമാകാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൂർക്കം വലി ഉള്ള ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ കൂർക്കം വലി വരുന്നത് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ചിലപ്പോൾ നമ്മളൊരു ടയേർഡായിട്ട് നമ്മൾ ഉറങ്ങുന്ന ഒരാൾക്കാണ് ഒരു കൂർക്കം വലി എന്ന് പറയുന്നത്. അതൊരു സ്വാഭാവികമാണ്. അത് എന്നും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചില ദിവസങ്ങളിൽ മാത്രം അവർ അത്രയും ടയേർഡായിട്ട് വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ മാത്രം ഉണ്ടായിരിക്കും, ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുമ്പോൾ മാത്രം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ നമുക്കതിന് അതൊരു നോർമൽ കണ്ടീഷനായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ല, പക്ഷെ ചില ആൾക്കാർക്ക് ഇപ്പം മൂക്കിലാണ് നേസൽ പോളിപ്പുള്ള ഒരു ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ടോൺസിലോ അല്ലെങ്കിൽ അഡിനോയിഡ് എൻലാർജ്മെന്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നമ്മൾ സർജറി ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എയർവേ കറക്റ്റ് ആക്കാനും അവർക്ക് ആ ഒരു കൂർക്കം വലിക്കുന്നത് നമുക്ക് മാറ്റാനും സാധിക്കും. അപ്പം എന്താണ് കണ്ടീഷൻ എന്നുള്ളത് കണ്ടെത്തിയിട്ട് വേണം നമുക്കത് ട്രീറ്റ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ നമ്മൾ മലർന്ന് കിടക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കൂർക്കം വലിക്കുക. അപ്പം നമ്മളത് ചിരിഞ്ഞ് കിടക്കും, ഒന്നുകിൽ വലതു ഭാഗത്തോ അല്ലെങ്കിൽ ഇടതു ഭാഗത്തേക്കോ നമ്മൾ ചിരിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് ആ എയർവേ കറക്റ്റ് ആക്കാനും അവർക്കൊന്നും കൂടി ശ്വാസം പ്രോപ്പറായിട്ട് എടുക്കാനും ഇത് സഹായിക്കും. പിന്നെ അലർജി കണ്ടീഷൻസ്, അതായത് പ്രധാനമായിട്ട് ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു അസുഖം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നോർമൽ ഇതിലോട്ട് വരികയും അവർക്ക് ആ കൂർക്കം വലിക്കുന്നത് മാറ്റി എടുക്കാൻ സാധിക്കും.
പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു അമിത വണ്ണമുള്ള ആൾക്കാർക്ക് കാണാറുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് നമ്മുടെ ബോഡിയെ ഫിറ്റ് ആക്കിയിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ഒരു കറക്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു കൂർക്കം വലിക്കുന്നത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഈ കൂർക്കം വലി കാരണം ഇപ്പോൾ പല ദാമ്പത്യ ജീവിതങ്ങളും ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മളെ പാർട്ട്ണർക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്ക് കറക്റ്റായിട്ട് രാത്രി ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അത് അത്രയും ഡിസ്റ്റർബ്ഡാണ്. അവർക്കും ബുദ്ധിമുട്ടാവുന്നതാണ്, നമ്മൾക്കും, രണ്ടുപേർക്കും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കൂർക്കം വലി എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും നമ്മൾ കൂർക്കം വലി ഉള്ള ആൾക്കാരും, അല്ലെങ്കിൽ അത് നമ്മളെ കൂടെ ഉള്ള ആൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും അത് നമ്മൾ കറക്റ്റ് ട്രീറ്റ് ചെയ്യാതെ നമ്മൾ വിടരുത്. നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാരണങ്ങളും നമ്മൾ കണ്ടെത്തി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെയധികം നമുക്കത് കൺട്രോൾ ചെയ്ത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.